നമസ്കാരം. ഞാൻ ചിറക്കര മധു, എക്സൈസിൽ അസിസ്റ്റൻ്റ് കമ്മീഷണറായിരുന്നു. നമ്മുടെ സ്കൂളുകൾ വേനൽ അവധിക്ക് ശേഷം ജൂൺ ആദ്യം തുറക്കുകയാണ്. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഒക്കെ അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സ്കൂൾ പരിസരത്ത് ലഘുവായ മയക്കുമരുന്നുകളും പുകയില ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന സംഘങ്ങൾ സജീവമാണ്. ഇതിൽ മയക്കുമരുന്ന് വിൽപ്പനക്കാരെ എക്സൈസും പോലീസുകാരും നിരന്തരം നിരീക്ഷിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നതിലൂടെ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സമീപത്തുള്ള ചെറിയ കടകളിലാണ്. അത്തരക്കാരെ നിയന്ത്രിക്കാൻ നാം പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. അതിന് കാരണം പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സംബന്ധിച്ച് എക്സൈസിനോ പോലീസിനോ പരാതി കിട്ടിയാൽ നാം അത്തരം കടകളിൽ പരിശോധന നടത്തുകയും പുകയില ഉൽപ്പന്നം കിട്ടിയാൽ ഇന്ത്യയിലെ കോട്ട്പ നിയമപ്രകാരം, കോട്ട്പ എന്നാൽ പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരായ നിയമമാണ്, അവയുടെ ഉപയോഗത്തിനും ശേഖരണത്തിനുമൊക്കെ എതിരായ നിയമമാണ്. കോട്ട്പ നിയമപ്രകാരം കേസെടുക്കുകയും അതിന് പിഴ ഈടാക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുള്ള പിഴ എന്ന് പറയുന്നത് 200 രൂപ മാത്രമാണ്. അപ്പോൾ ഒരു എക്സൈസ് സംഘമോ പോലീസ് സംഘമോ സ്കൂൾ പരിസരത്തുള്ള ഒരു കടയിൽ പുകയില ഉൽപ്പന്നം വിൽക്കുന്നതായി പരാതി കിട്ടി അവിടെ ചെന്ന് പരിശോധിച്ച് ആ പുകയില ഉൽപ്പന്നം കിട്ടിയാൽ നമുക്ക് ഈടാക്കാവുന്ന പിഴ 200 രൂപയാണ്. ഈ സംഘത്തിൽ ഒരു ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടെന്ന് കരുതുക, ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയുണ്ട് എങ്കിൽ അവരുടെ പ്രത്യേക നിയമപ്രകാരം 5000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള വകുപ്പുണ്ട്. അത് അപൂർവമായി മാത്രമേ നമ്മൾ അങ്ങനെ 5000 രൂപ പിഴ ഈടാക്കുന്ന വകുപ്പ് ചുമത്തി കേസെടുക്കാറുള്ളൂ. ഇത്തരത്തിലുള്ള പിഴ ഈടാക്കൽ കച്ചവടക്കാരനെ ഒട്ടും തന്നെ ബാധിക്കുകയില്ല. കാരണം 4-5 രൂപ വിലയുള്ള ഇത്തരം പുകയില ഉൽപ്പന്നങ്ങൾ 20-30 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ലാഭം അവർക്ക് ലഭിക്കുന്നു. ഈ പിഴയൊന്നും അവരെ ബാധിക്കാറില്ല. അടുത്ത ദിവസം തൊട്ട് വീണ്ടും ഒരു വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 എന്നൊരു നിയമമുണ്ട്, JJ ആക്ട് 2015. ഇതിൽ 18 വയസ്സ് പൂർത്തിയാവാത്ത എല്ലാവരെയും കുട്ടികളായാണ്, ജുവനൈൽ ആയാണ് പരിഗണിക്കുന്നത്. ഈ നിയമത്തിൽ സ്കൂൾ പരിസരത്തോ മറ്റോ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന് എന്നിവ വിറ്റതായ പരാതി ഉണ്ടായാൽ അവർക്കെതിരായി കേസെടുക്കാൻ ഈ നിയമത്തിൽ മാർഗമുണ്ട്. JJ ആക്ട് 77 എന്നാണ് ആ സെക്ഷൻ്റെ നമ്പർ. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 സെക്ഷൻ 77 പ്രകാരം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു കുട്ടിക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന് പരാതി ഉണ്ടായാൽ ആ കച്ചവടക്കാരനെതിരായി കേസെടുക്കാം. JJ ആക്ട് പ്രകാരം കേസെടുക്കാം. ഇതിന് 7 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ഇതിൻ്റെ ശിക്ഷ. മാത്രമല്ല ഈ കച്ചവടക്കാരനെ റിമാൻഡ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയും. എക്സൈസിന് ഈ കേസെടുക്കാൻ കഴിയില്ല. പോലീസുകാർക്ക് ഇയാൾ റിമാൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്ന് പരാതി വരികയും നാം കട പരിശോധിച്ച് ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ പോരാ, അങ്ങനെ ഈ കേസെടുക്കാൻ കഴിയില്ല. മറിച്ച് ഗോപി എന്ന കുട്ടിക്ക് രാജൻ എന്ന കച്ചവടക്കാരൻ ഒരു പുകയില ഉൽപ്പന്നം വിറ്റു എന്ന് അതിന് രക്ഷകർത്താവ് പരാതി പറയുന്നു. ഇത് കണ്ട 3-4 ആളുകൾ അതിന് സാക്ഷി പറയും. ഇത്തരത്തിലാണ് പരാതി പോലീസിന് കിട്ടുന്നെങ്കിൽ മാത്രമേ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നാം ചെയ്യേണ്ടത് ഇത്തരത്തിൽ ലാഭം മോഹിച്ച് പാവപ്പെട്ട കുട്ടികളെ ഇത്തരം കെണിയിൽ അകപ്പെടുത്തുന്ന കച്ചവടക്കാർക്കെതിരായി ഇത്തരത്തിൽ ആസൂത്രിതമായി തന്നെ കേസെടുത്ത് അവരെ റിമാൻഡ് ചെയ്യിക്കണം. അവരെ റിമാൻഡ് ചെയ്യിച്ചാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് പഞ്ചായത്ത് അധികൃതരോ മുനിസിപ്പൽ അധികൃതരോ ഇയാളുടെ കച്ചവടത്തിനുള്ള ലൈസൻസ് റദ്ദാക്കുകയും കടപൂട്ടിക്കുകയും ചെയ്യും. ഇത്തരം നടപടികൾ തുടർച്ചയായി ഉണ്ടായാൽ മയക്കുമരുന്ന് കച്ചവടക്കാരായ, ഈ പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടക്കാരായ ആളുകളുടെ എണ്ണം നമുക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിയും, നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയും. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ കൂൾ എന്ന് അറിയപ്പെടുന്നൊരു വസ്തുവുണ്ട്. ഇത് കുട്ടികൾ നാക്കിനടിയിലും മോണയിലും ഒക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെയധികം അപകടകരമായ ഒരു വസ്തുവാണ്. 1 സെന്റിമീറ്റർ നീളമുള്ള ഒരു വെളുത്ത സാധനമാണ്. ഇതിൽ പുകയില
ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ചില അഡിക്റ്റീവായ സാധനങ്ങളുണ്ട്. ഇത്തരം കുട്ടികൾ സ്കൂളുകളിൽ വലിയതായ അപകടം ഉണ്ടാക്കാറുണ്ട്. അവർ രക്ഷിതാക്കളോട് എന്ന് മാത്രമല്ല അധ്യാപകരോട് പോലും കയർക്കുന്ന അവസ്ഥയുണ്ടാകും. പഠനത്തിൽ ശ്രദ്ധിക്കുകയില്ല, മറ്റു കുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. സ്കൂൾ അന്തരീക്ഷത്തിന് തന്നെ ഇവർ അപകടകരമായ രീതിയിൽ പെരുമാറും. മാത്രമല്ല ഇവർ തുടർന്ന് മയക്കുമരുന്നിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ നാം ഇത്തരത്തിലുള്ള സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ പോലീസിനും എക്സൈസിനും സഹായിക്കേണ്ട ബാധ്യത സ്കൂൾ അധികൃതർക്കും രക്ഷകർത്താക്കൾക്കുമാണ്. നമുക്ക് നല്ലൊരു സ്കൂൾ വർഷം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം നടപടികളിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.